എനിക്ക് തോന്നുന്ന ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് പണ്ടത്തെ കാലത്ത് ഇനിയിപ്പോ എത്ര ഒരു ടോക്സിക് മാരേജ് ആണെങ്കിലും ഡിവോഴ്സ് റേറ്റ് വളരെ കുറഞ്ഞിരുന്നത്. കാരണം ഈ വൈഫ്സും കാര്യങ്ങളൊക്കെ ഈ ഹസ്ബൻഡ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫിനാൻഷ്യലി ജീവിക്കുന്നത്. അപ്പൊ ഡിവോഴ്സ് ആയാലും ഇവർക്ക് പേടിയാ. അതായത് ഒന്ന് നമ്മളെ നാട്ടില് ഡിവോഴ്സ് ആയാല് കുടുംബക്കാരെന്നെ വീട്ടിൽ കയറ്റാനൊക്കെ ഒരു മടിയുള്ള പോലെയാ. എന്തിയാ ഡിവോഴ്സ് ആയത് അങ്ങനെ എങ്ങനെ, ഡിവോഴ്സ് ആയ മകളെ വീട്ടില് പിന്നെയും വളർത്തി കൊണ്ടുപോകാനൊക്കെ വീട്ടുകാർക്ക് ഭയങ്കര മടിയൊക്കെ ആയിരിക്കും. അപ്പം പിന്നെ കൊച്ചിനെ എങ്ങനെ നോക്കുന്ന അതെ പൊതുവെ അപ്പം എന്ത് ചെയ്യും ഈ പെണ്ണിനിപ്പോ എത്ര ടോക്സിക് മാരേജ് ആണെങ്കിലും ഈ ഒരു ഫാക്ടർ കൊണ്ട് അങ്ങ് സഹിച്ചു നിൽക്കും ആ മാരേജ് ലൈഫില്, അല്ലേ? പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കൂടുതൽ ആൾക്കാര് കുറെ ലേഡീസ് വർക്ക് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് ജസ്റ്റ് വെൻ ദ മാരേജ് ഈസ് ലൈക്ക് ഗെറ്റിംഗ് ട്രബിൾഡ് അവര് വേഗം ഡിവോഴ്സും കാര്യമായിട്ട് മൂവ് ചെയ്യാം. അല്ല എപ്പോഴും നമ്മളെ നാട്ടില് വേഗം എന്നല്ല, വേഗം എന്നൊക്കെ പറയുന്നത് ഇവിടെയാണ്. ഇവിടെ എനിക്കൊരു കനേഡിയൻ ലാൻഡ് ലോഡ് ഉണ്ടായിരുന്നു കേട്ടോ, അഞ്ചി. അപ്പൊ മൂപ്പരോട് ഞാൻ അങ്ങനെ സംസാരിക്കാൻ പ്രാവശ്യം എന്റെ വീട്ടിലേക്ക് വന്നപ്പോ ഞാൻ അങ്ങനെ സംസാരിക്കാം. അപ്പൊ മൂപ്പര് എന്നോട് ഇങ്ങനെ ഞാൻ ചോദിച്ചു, മൂപ്പര് റിട്ടയർഡ് ആണ്. അപ്പൊ ഞാൻ മൂപ്പരോട് ചോദിച്ചു, ഓക്കെ നിങ്ങൾക്ക് എന്തായിരുന്നു പണി എന്നൊക്കെ ചോദിച്ചു. അപ്പൊ മൂപ്പര് ഞാൻ അങ്ങനെ കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യായിരുന്നു, എന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഇത്ര വർഷം ഈ കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് മൂപ്പര് എന്നോട് പറഞ്ഞേ, ദെൻ ഐ വെന്റ് ത്രൂ വാട്ട് എവ്രി വൺ ഗോസ് ത്രൂ എന്ന്. അപ്പൊ ഞാൻ മനസ്സിൽ ക്യാൻസറോ അല്ലെങ്കിൽ വല്ല അസുഖം വന്നോ അങ്ങനെ അങ്ങനെ. എന്നിട്ട് അപ്പൊ ഞാൻ അങ്ങനെ വാട്ട് ഹാപ്പൻ എന്ന് വെച്ചാൽ യു നോ ഡിവോഴ്സ്. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ വാട്ട് എവ്രി വൺ ഗോസ് ത്രൂ എന്നുള്ള ഒരു സംഭവമായിട്ടാണ് ഡിവോഴ്സിനെ കാണുന്നത്. ഓൾമോസ്റ്റ് എല്ലാരും ഡിവോഴ്സ്ഡ് ആണ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നത് അത് ഇപ്പൊ നമ്മുടെ നാട്ടിലും ലൈക്ക് ദ ഡിവോഴ്സ് റേറ്റ്സ് ഈസ് ലൈക്ക് റിയലി ഹൈ. അത് എനിക്ക് തോന്നുന്നു ലൈക്ക് ഇപ്പോഴത്തെ ജനറേഷനിൽ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കണക്കിന് നല്ലൊരു കാര്യമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം കുറേയും എന്താ പറയാ ഡിവോഴ്സ് ഇത്രയും നോർമലൈസ് ചെയ്തിരുന്ന ഒരു വട്ടം പോലും നമ്മൾ ചിന്തിക്കാതെ എടുത്തു ചാടി ഇപ്പൊ ഡിവോഴ്സസ് ഒത്തിരി വരുന്നുണ്ട്. ദാറ്റ് ഈസ് എന്താ പറയുക ടു സൈഡഡ് കോയിൻ പോലെ, നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ ഡിവോഴ്സ് ഇസ് നോട്ട് എ ബിഗ് ഡീൽ. എന്താ പറയാ ഇപ്പൊ രണ്ടുപേരും ഹാപ്പി അല്ലെങ്കിൽ പിന്നെ ഡിവോഴ്സ് ചെയ്യാൻ അതല്ല, കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആകുക. കുട്ടികളുടെ വളർച്ചയും അവരെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും, മെന്റൽ ഹെൽത്ത്. ശരിയാ. പിന്നെ രണ്ടുപേരും ഒരു വീട്ടിൽ നിന്ന് അടി കൂടുന്നതിനെക്കാട്ടും നല്ലതാണ് രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും സമാധാനത്തോടെ പോകുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, ഞാന് സയാനോട് ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ എന്തോ ഒരു കോൺവെർസേഷൻ ഉണ്ടായപ്പോ വന്ന കോൺവെർസേഷൻ ആയിരുന്നു. അതായത് ഇപ്പം രണ്ട് പേരൻസ് അവർക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. പക്ഷെ അവര് മക്കളുടെ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്പോയിൽ ആവണ്ടെന്ന് കരുതി രണ്ടുപേരും ഒരു വീട്ടില് അധികം ബന്ധമില്ലാതെ താമസിച്ച് പോകുന്നതാണോ അതോ ഡിവോഴ്സ് ആയി സെപ്പറേറ്റഡ് വേസിൽ പോകുന്നതാണോ ബെറ്റർ എന്ന് ചോദിച്ചിരുന്നു ഞാൻ സയാനോട്. എന്താണ് അഞ്ജലിന്റെ ഒരു ഉത്തരത്തില്? എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇന്ത്യൻസ് കുറച്ചും കൂടെ കുട്ടികളുടെ ഭാഗത്ത് നിന്നിട്ടാണ് ചിന്തിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് കുട്ടികൾ ഒരു ഇൻഡിവിജ്വൽ ആണ്, പക്ഷെ ഈ പാരന്റ് ഒരു ഇൻഡിവിജ്വൽ ആണ്. ഒരു കല്യാണം കഴിച്ചു ഒരു കുട്ടി ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് കുട്ടിക്ക് വേണ്ടി എല്ലാം സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഈ ഒരു അമ്മയ്ക്കും അച്ഛനും ഇല്ല. എന്തിനാണ് അത് ചെയ്യുന്നത്? കാരണം കുറച്ച് കഴിയുമ്പോൾ കുട്ടീന്റെ പാട്ടിന് എന്താണെങ്കിലും പോകും. പിന്നെ ഇവരുടെ ബാക്കിയുള്ള ലൈഫ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും ഇല്ലാതെ ആയി പോകുന്നതിനെക്കാട്ടും എപ്പോഴും നല്ലത് എന്തൊക്കെ പറഞ്ഞാലും ഡിവോഴ്സ് ചെയ്യേണ്ട സ്ഥലത്ത് ഡിവോഴ്സ് ചെയ്യണം. രണ്ട് പാരന്റും ഉണ്ടായിട്ട് ഒരു നല്ലൊരു കുട്ടിയിലും നല്ലൊരു പേഴ്സൺ ഉണ്ടാവുള്ളൂ എന്നൊന്നും ഇല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ്. എന്ന് വെച്ചാൽ നല്ലൊരു പാരന്റ് ആയാൽ മതി. It is not necessary that child needs father and mother. കുറെയൊക്കെ നമ്മൾ രണ്ട് പാർട്ടിൽ നിന്ന് ചിന്തിക്കണം. കുട്ടിയുടെ പാട്ടൊന്നും ചിന്തിക്കണം, ഈ അമ്മേന്റെ പാട്ടും ചിന്തിക്കണം. എല്ലാവരും സൊസൈറ്റി ഈസ് ഓൾ ലൈക്ക് അയ്യോ കുട്ടി അങ്ങനെയല്ലേ കുട്ടി ഇങ്ങനെയല്ലേ. വാട്ട് അബൌട്ട് ദാറ്റ് മദർ ആൻഡ് ഫാദർ? അവർക്കൊരു ലൈഫ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി ആരും ഇവിടെ ചിന്തിക്കുന്നില്ല. അതെ ജീവിതം എങ്ങനെ തീർക്കുന്നതാണ്. അപ്പോ എനിക്ക് തോന്നുന്നില്ല അവരും അവരുടെ ജീവിതത്തില് സന്തോഷങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? സന്തോഷം ആഗ്രഹിക്കാത്തത് അല്ല, ശരിയാണ്. എന്താ കുട്ടികളുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിക്കണം. പിന്നെ നമ്മുടെ നാട്ടിലെ സോഷ്യൽ സ്റ്റിഗ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാണ്. നമ്മുടെ ഇന്ത്യൻ കൾച്ചർ പൊതുവെ കുറച്ചും കൂടെ പാരന്റ്സിന്റെ സ്ഥാനത്ത് കുട്ടികൾ എന്താ ഇപ്പൊ പ്രത്യേകിച്ച് ഫാദർ ആൻഡ് മദർ അവരവരുടെ ഫാമിലിക്ക് വേണ്ടി അങ്ങനെ ചാവണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇന്ത്യൻ ഒരു കൾച്ചർ ഉള്ളത്.
ബട്ട് ഇപ്പൊ നിങ്ങൾ കാനഡയിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പിള്ളേരെ വഴിക്കുന്ന വിടും, എന്നിട്ട് അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്യും. അതല്ലേ വേണ്ട. മെയിൻ ആയിട്ട് കൾച്ചറൽ ഡിഫറൻസസ് ആണ്. എന്നിട്ട് കാരണം എന്താ വെച്ചപ്പം അഞ്ചു പറഞ്ഞല്ലോ, ആൾക്കാര് കുട്ടികളെ വഴിക്ക് വിടുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ. കുട്ടികൾ വളർന്ന് വലുതായിട്ട് നമ്മുടെ പേരൻസിന്റെ റിട്ടയർമെന്റ് പ്ലാൻ എന്താന്ന് വെച്ചാൽ മക്കള് പേരൻസിനെ നോക്കും എന്നാണല്ലോ. ഇവിടെ അങ്ങനെ ഒരു എക്സ്പെക്ടേഷനേ ഇല്ല. പിന്നെ ഒരു 16 വയസ്സാകുമ്പോഴേക്ക് കുട്ടികൾ വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പൊ ഒരു 18 വയസ്സാകുമ്പോഴേക്ക് അവർ അഡൾട്ടായി. അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ നടക്കും. നമ്മളുടെ നാട്ടിലെ റിട്ടയർമെന്റ് പ്ലാൻ മക്കളാകുന്നുള്ളത് കൊണ്ട് മക്കളുടെ സന്തോഷം അല്ലെങ്കിൽ മക്കള് നല്ല രീതിയിലാണ് മക്കളെ നോക്കണം എന്നൊക്കെ ഉള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതും പോരാഞ്ഞിട്ട് ഈ ഫോറിനേഴ്സ് ഒക്കെ എത്ര ട്രാവൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻസ് ആണ് തീരെ ട്രാവൽ ചെയ്യാത്തത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഒത്തിരി കുട്ടികൾ കാനഡയിലേക്കൊക്കെ പോയിട്ടില്ലേ, കുറെ പേര് പോയില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാനും എന്റെ അടിയത്തെ വീട്ടിൽ നിന്ന് പോയപ്പോ അച്ഛനും അമ്മയ്ക്ക് സിനിമയ്ക്കൊക്കെ പോവാൻ തുടങ്ങി ഒരുമിച്ച്. അതൊന്നും ഇതുവരെ ഞാൻ വീട്ടിൽ കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ച പാരന്റ്സ് ആദ്യമായിട്ട് അവര് സിനിമയ്ക്ക് ഒരുമിച്ച് പോവാ, അവര് ട്രിപ്പ് ഒരുമിച്ച് പോവാ. അങ്ങനെയൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ചേഞ്ചിങ്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഒരു കാര്യം മാറത്തൊന്നുമില്ല, പക്ഷെ മാറുന്നുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കിയ എന്താ വെച്ചാ, നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫാമിലി ഓറിയന്റഡ് സൊസൈറ്റി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ കാനഡ എന്ന് പറഞ്ഞാൽ തീരെ ഫാമിലി ഓറിയന്റഡ് സൊസൈറ്റി. അപ്പൊ ഞാൻ 2 കോൺട്രാസ്റ്റും കണ്ടിട്ടുണ്ട്. അതിൽ ഏതാ ശരി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും രണ്ടും ഭയങ്കര എക്സ്ട്രീമാണ്. എപ്പോഴും എക്സ്ട്രീംസ് എപ്പോഴും ശരിയാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇതിന്ന് നമ്മളൊരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ മക്കൾക്ക് മക്കളേതായ ഫ്രീഡം, നമ്മളേതായ സന്തോഷങ്ങളും കണ്ടുപിടിച്ച് അതേപോലെ തന്നെ നമ്മൾ ഫാമിലിയും റിലേഷൻഷിപ്സും കാര്യങ്ങളൊക്കെ വാല്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഒരു ബെസ്റ്റ് ഒപ്റ്റിമൽ ഔട്ട്കം വരാറ്. അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ വയസ്സായി കഴിഞ്ഞാൽ അവർ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയിട്ട് ഭയങ്കര ഒരു ഒറ്റപ്പെട്ട ജീവിതമാണ്. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സാരല്ല, കുറച്ച് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉണ്ടാവണമൊക്കെ നല്ലതാണ്. കുറച്ച് കേൾക്കേണ്ടി വരും, കുറച്ച് പ്രശ്നങ്ങളും നിലവിലൊക്കെ ഉണ്ടാകും. പ്രായമായിട്ട് നമ്മളൊരു ഒറ്റപ്പെടലിന്റെ ഒരു സമയം വരുമ്പോ നമുക്ക് ആൾക്കാരുണ്ടാവും അറ്റ്ലീസ്റ്റ്. പക്ഷെ അതും ഈ ഒരു എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്ത് നമ്മളെ യങ് ലൈഫ് നമ്മള് തീർക്കണം. അതെ അതെ അതെ. അങ്ങനെ നമ്മൾ കിടക്കുന്ന സമയത്ത് ലൈക്ക് വി നീഡ് പീപ്പിൾ. കിടക്കുന്ന സമയത്ത് നമുക്ക് അവരെ വളരെ അത്യാവശ്യമാണ്. ബട്ട്